ഇതുവരെ കൂടിയിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്റ്റാണ് ഞാൻ നടത്തിയത്. ഇതിന് ഞാൻ പറയുന്ന ഉത്തരം ഗുജറാത്തിലെ പേപ്പറുകൾ വരുമെന്ന് ഉറപ്പുണ്ടോ? അല്ല, ഇത് പിന്നെ ഇന്ത്യ ബ്ലോക്കിലെ കാര്യങ്ങൾ ഈ കഴിവതും പത്രമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യേണ്ടതല്ല. ഇന്ത്യ ബ്ലോക്ക് ഒരു രാഷ്ട്രീയമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ബ്ലോക്കാണല്ലോ. അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ സംസാരിക്കാം. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാർ ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. മലയാളികളല്ലാത്ത നേതാക്കന്മാരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്താൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. യോജിക്കുന്നു എന്നോട്. എന്നാലും ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കാൻ, ഒരു ഗവൺമെന്റിന് അല്പം സ്റ്റേക്കുള്ള 15% അടുത്ത് സ്റ്റേക്കുള്ള ഒരു കമ്പനിയും ചീഫ് മിനിസ്റ്ററുടെ മകൾക്ക് ഒരു സേവനം കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുക എന്ന് പറയുന്നത് അതിനകത്തൊരു ധാർമ്മിക വിഷയമുണ്ടോ? പാർട്ടി അങ്ങനെ കാണുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ കടുത്ത മുതലാളിത്ത ചൂഷണം നടക്കുന്ന ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യവസ്ഥയ്ക്കെതിരായിട്ട് എങ്ങനെ സമരം ചെയ്യാൻ കഴിയുമെന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. മാർക്സിന് വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമുണ്ട്. മുതലാളിത്ത വ്യവസ്ഥയിൽ ജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുതലാളിത്തത്തിനെതിരായിട്ട് സമരം ചെയ്യുക. അപ്പം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളോ മകനോ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് പഠിക്കാൻ പാടില്ല എന്നില്ലല്ലോ. അവർ പഠിക്കുന്നു, അവർ ചില യോഗ്യതകൾ നേടുന്നു. എൻ്റർപ്രണർഷിപ്പ് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പിന്നെ എക്സ്ട്രാ ലോജിക് എന്ന് പറഞ്ഞ് ഒന്ന് സ്ഥാപിക്കുന്നു. CMRL എന്ന് പറയുന്ന ഒരു കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണത്, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്പനിയല്ല. ആ കമ്പനിക്ക് ചില സേവനങ്ങൾ കൊടുക്കാൻ ഈ സ്ഥാപനം തയ്യാറാകുന്നു. അതിന് മാസം 5 ലക്ഷം രൂപ അവർ കൊടുക്കുന്നു. അത് കൊടുക്കുന്നത്, ആ രൂപ കൊടുക്കാൻ തീരുമാനിച്ചത് കണക്കിനകത്തുണ്ട്. ബാങ്ക് ട്രാൻസ്ഫറാണ്. ആ പൈസ ഇവർക്ക് കിട്ടുന്നു. ആ കിട്ടുന്ന പൈസയ്ക്ക് ഇവർ നികുതി അടയ്ക്കുന്നു. ഇതെല്ലാം നടക്കുകയാണ്. പിന്നെ വാദിക്കാവുന്ന ഒന്ന്, ഇതെല്ലാം ഇവർക്ക് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഈ സേവനം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു 5 ലക്ഷം രൂപ വീതം മാസം ഈ സേവനത്തിന് കൊടുക്കുന്ന ഈ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു 5 ലക്ഷം രൂപ വീതം മാസം സേവനത്തിന് പ്രതിഫലമായി കിട്ടുന്നത് വഴി ആ വ്യക്തിയുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും നിയമപരമല്ലാത്ത ചില സഹായം ഈ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്ത് സഹായമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ നിന്നും ഈ കമ്പനിക്ക് കിട്ടിയതെന്ന് ഇവിടെ ഇതുവരെ ഒരു സ്ഥലത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് വസ്തുത. ഇത്ര ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പിണറായി വിജയനെ ആക്രമിച്ച് അപകീർത്തിപ്പെടുത്താൻ ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോൾ, ശരി എങ്കിൽ മകളെ ലക്ഷ്യം വെക്കാം. വളരെ മനുഷ്യത്വരഹിതമായ ഒരു ഇത്തരത്തിൽ ഉണ്ടാവുന്നത്. ഞാൻ ഈ പറഞ്ഞത് ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത്. മുതലാളിത്ത സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് മുതലാളിത്തത്തിനെതിരായിട്ട് സമരം ചെയ്യുക, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തിനു പിന്നെ നിങ്ങൾ ഈ മുതലാളിത്ത സമൂഹത്തിൽ ജീവിക്കുന്നു? നിങ്ങൾ ഇതിനെതിരാണെങ്കിൽ നമ്മൾ യുക്തിയുക്തമായിട്ട് ഈ കാര്യങ്ങളെ കാണുക. അല്ല, അത് സംബന്ധിച്ച് ഇപ്പം അന്വേഷണങ്ങൾ നടക്കുകയല്ലേ. അതിൻ്റെ റിപ്പോർട്ടെല്ലാം വരട്ടെ. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് യുക്തിരഹിതമായ യാതൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ സുഹൃത്ത് പറയുന്നത് പോലെ അങ്ങനെ 5 ലക്ഷം രൂപ ഒരു സേവനവും നൽകാതെയാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ
അങ്ങനെ കൊടുക്കണമെങ്കിൽ, അവിടെ ഞാൻ പറഞ്ഞത് ഇത് പരസ്പരബന്ധമാണ്. അങ്ങനെ കൊടുക്കണമെങ്കിൽ മറ്റെന്തോ ഒരു സഹായം ഇതിന് കിട്ടണം, കുഡ് പ്രോക്കോ. അതെന്താണ്? അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ? അത് തെളിയിക്കണ്ടേ? അല്ല പിന്നെ വെറുതെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു മുതലാളിയും ചെയ്യില്ല. അങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പൈസ കിട്ടാനാണെങ്കിൽ അത്ര വിലയിടിഞ്ഞയാളാണോ പിണറായി വിജയൻ? ഈ ഒരു മാസം 5 ലക്ഷം രൂപ വീതം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ആരോപണമൊന്നും വരേണ്ട കാര്യമില്ല, ഒരു തെറ്റ് കണ്ടെത്തിയാൽ നടപടിയെടുക്കാൻ. അവിടെയാണ് വി എസ് അച്യുതാനന്ദൻ നടപടിക്ക് വിധേയനായിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടാണോ? അല്ലല്ലോ. പരസ്യമായി ചില നിലപാടുകൾ പറയുകയും പാർട്ടിക്ക് അനുയോജ്യമല്ലാത്ത തർക്കങ്ങളിൽ പരസ്യമായി പത്രസമ്മേളനത്തിലൂടെ ഇടപെടുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഈ രണ്ടുപേരുടെ പേരിലും നടപടി എടുത്തിട്ടുണ്ട്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ പത്രമാധ്യമങ്ങളുടെ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആ പാർട്ടിയിലെ ഏറ്റവും സമ്പന്നരായ നേതാക്കന്മാരുടെ മേലിൽ പോലും നടപടിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അഴിമതിയുടെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് അവഗണിക്കുമോ ഈ പാർട്ടി? അത് തന്നെ ഒരു സാമാന്യ യുക്തിയല്ലേ? ഇവിടെ സാമാന്യ യുക്തിയല്ല. എന്താണ് കുഡ് പ്രോക്കോ? ഇതിന് പ്രതിഫലമായിട്ട് എന്താണ് പിണറായി വിജയൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്? ഒറ്റ അക്ഷരം അതിനെക്കുറിച്ച് പറയാനില്ല. ഇവിടെ ഇത് പിണറായി വിജയനല്ല കൊടുത്തിട്ടുള്ളത്, എക്സാലോജിക് എന്നുള്ള കമ്പനിക്കാണ്. അങ്ങനെ കുത്തിത്തിരിയേണ്ട അതിനിടയിലേക്ക് എൻ്റെ സുഹൃത്തെ. അല്ല അതെല്ലാം ഇതിനകം തന്നെ വ്യക്തമാക്കപ്പെട്ടതാണ്. അതെല്ലാം സംബന്ധിച്ച് നടക്കട്ടെ. നിങ്ങൾ തന്നെ വെളിപ്പെടുത്തുക. ഇതെല്ലാം പലതവണ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാണല്ലോ. നമ്മളിപ്പോൾ പാർട്ടി കോൺഗ്രസിന് ശേഷം ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് എൻ്റെതായ വിശദീകരണം തന്നു, മറുപടി പറഞ്ഞു. വീണ്ടും നിങ്ങളുടെ സാമർഥ്യം അനുസരിച്ച് നല്ല നല്ല ചോദ്യങ്ങൾ, അതിന് ഇംഗ്ലീഷിൽ സ്പെഷ്യസ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും, ഇല്ലേ അനിൽ? സ്പെഷ്യസ് ആർഗ്യുമെൻറ്റ്സ് എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ കേൾക്കുമ്പോൾ വളരെ യുക്തിഭദ്രവും എന്നാൽ കൂടുതൽ പരിശോധിക്കുമ്പോൾ മറിച്ചും ആയിട്ടുള്ള വാചകങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു വിഷയം പൊന്തി വന്നിരിക്കുന്നു. ഇപ്പം അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയുടെ പേരിനോട് സാമ്യമുള്ള ഒരു പേരാണ് SFIO, അല്ലേ? അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഫലം വരട്ടെ. നമ്മളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ അതിൻ്റെ അന്വേഷണ ഫലം വരുന്നതുവരെ ജീവിച്ചിരിക്കാനുള്ള ആയുർഭാഗ്യം നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അതാണുള്ളത്. അത് നല്ലൊരു ഫലിതമാണ്. അല്ല, അത് അതിൻ്റെ ഷോർട്ട് ഫോം അല്ലേ? അതെ. അല്ല, നമ്മൾ ഭാവിയിൽ ആരെ ആവും എന്നെല്ലാം ഉള്ളതിനെക്കുറിച്ച് നമ്മൾ ഊഹാപോഹങ്ങൾ നടത്തുന്ന പ്രശ്നമില്ല. നമ്മൾ ചർച്ച ചെയ്തത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് നാം ജീവിക്കുന്നത് ഒരു ആണധികാര സമൂഹമാണെന്നുള്ളതാണ്. അനുപമ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ ഈ സ്റ്റേജിലൊന്നും വനിതകളുണ്ടാവില്ല, അല്ലേ? അതല്ലേ നമ്മുടെ സമൂഹം. നമ്മുടെ എല്ലാം തൊലിക്കുള്ളിൽ, തൊലിയുടെ താഴെ പുരുഷാധിപത്യ മനോഭാവമാണ്. വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് തിരിച്ച് അടുക്കളയിൽ കൊണ്ട് വെക്കത്ത് പോലുമില്ല. ആ ഗ്ലാസ് എടുത്തുകൊണ്ട് വയ്ക്കുമെന്ന് പറയും. അപ്പം അതിനൊരുപാട് തലങ്ങളുണ്ട് സമൂഹത്തിൻ്റെ പുരുഷാധിപത്യ സ്വഭാവത്തിന്. അത് തിരുത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. അങ്ങനെ ഒരുപാട് കുറവുകളുണ്ട് കേരളത്തിൽ. നിങ്ങൾക്ക് ഒരു സ്ത്രീ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ പോകുന്ന മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്കാണ്. നിങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട് മുഖ്യമന്ത്രി. ജില്ലാ സെക്രട്ടറി, ഒരു വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടായിട്ടില്ല. പക്ഷെ വനിതാ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ അഹല്യ രംഗനേക്കർ. ജില്ലാ സെക്രട്ടറിമാരുണ്ടാകുന്നുണ്ട്. ഇത് പോരാ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം. ഇത് പോരാന്ന് പറയുമ്പോൾ യാന്ത്രികമായിട്ടാ ഇതുണ്ടായിട്ടില്ല എന്നുള്ളതിന് പരിഹാരമായിട്ട് ഇവിടെ ഇരിക്കട്ടെ,
അങ്ങനല്ല തീരുമാനിക്കേണ്ടത്. ഇവരെ ബോധപൂർവം കഴിവുള്ള ധാരാളം പേർ വനിതകളുണ്ട്, അവരെ ബോധപൂർവം വളർത്തിക്കൊണ്ടുവരണം. അതിനുള്ള ശ്രമം ഇപ്പോൾ പാർട്ടി നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിലെ പ്രാതിനിധ്യം 17% നിന്ന് 20%. ഞങ്ങൾ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ടൊരു ദോഷവുമില്ല. ബൃന്ദക്കാരായിട്ടും ഞാനും കൂടെ ഞങ്ങൾ അടുത്തിരുന്ന് ഈ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രസിദ്ധീകരണം മറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഗോദാവരി പല്ലേക്കരുടെ ഒരു ചിത്രം വന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് കാണുകയും ഇടപെടുകയും ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ജീവിച്ചിരിപ്പില്ല. ബൃന്ദക്കാരായിട്ട് പറഞ്ഞു, നമ്മുടെ PV യിൽ ആദ്യം വരേണ്ടിയിരുന്ന നേതാവാണിത്. സത്യമാണ്, പല കാരണങ്ങളാലും വന്നില്ല. ഗൗരിയമ്മ, CC പോലും. അപ്പം പണ്ട് പല സാഹചര്യത്തിലും നടക്കേണ്ടിയിരുന്ന പലതും നടക്കാതെ പോയിട്ടുണ്ട്. അത് തിരുത്താൻ വേണ്ടി ബോധപൂർവം സ്വാഭാവികമായി നമ്മൾ സമൂഹത്തെ പരുവപ്പെടുത്തണം, സമൂഹത്തെ ഒരുക്കിയെടുക്കണം, പാർട്ടിയെ ഒരുക്കിയെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് CPIM-ൻ്റെ പരിപാടി നിങ്ങളെല്ലാം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ, പുള്ളി ചിന്ത പബ്ലിഷേഴ്സിൻ്റെ പുസ്തക വിൽപ്പനയുടെ കരാറും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ തിരുവനന്തപുരത്ത് 2000 ആണ്ടിൽ 4 നൂറ്റാണ്ട് മുമ്പ് CPM-ൻ്റെ പാർട്ടി പരിപാടി കാലോചിതമാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ചർച്ച ചെയ്തു, അന്ന് കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ആ പരിപാടിയിൽ ജനകീയ ജനാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം കുടുംബ ബന്ധങ്ങൾ ജനാധിപത്യപരമാക്കാൻ ശ്രമിക്കണം എന്നൊരു വാചകമുണ്ട്. അത് 1964 പരിപാടിയിലില്ല. കാര്യം അന്ന് ആ കോൺഷ്യസ്നെസ് ഇല്ല, അന്ന് ആ ബോധമില്ല. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ജനാധിപത്യപരമല്ല. വീട്ടിൽ ചെല്ലുന്നതോടുകൂടി ഭർത്താവ് മുതലാളിയും ഭാര്യ തൊഴിലാളിയുമായി മാറും. ഇത് മാർക്സ് എംഗൽസ് പറഞ്ഞിട്ടുള്ളതാണ്. ആ കാലം മുതൽ തുടരുന്ന ഈ സമ്പ്രദായം ഇന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തിരുത്തേണ്ടതുണ്ട്. ആ തിരുത്തൽ നമ്മൾ ഓരോരുത്തരും വരുത്തേണ്ടതാണ്, നമ്മളിൽ വരുത്തേണ്ടതാണ്, നമ്മുടെ കുടുംബത്തിൽ വരുത്തേണ്ടതാണ്, നമ്മുടെ സമൂഹത്തിൽ വരുത്തേണ്ടതാണ്. അതിന് ആരെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയോ ഇവിടെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കുകയോ ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല. അതിനേക്കാളും വലുതാണ് ഈ പ്രശ്നം. അതാണ് CPIM-ന്റെ നിലപാട്.